പുഴകളിലും നദികളിലും ജലനിരപ്പ് വല്ലാതെ ഉയർന്നിരിക്കുകയാണ്. ജലാശയങ്ങളിൽ കുളിക്കുന്നതും മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പുള്ള സമയങ്ങളിൽ കടലിൽ പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങൾ, പുഴയോരം, സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലങ്ങൾ, മറ്റ് പാരിസ്ഥിതിക ലോല പ്രദേശങ്ങൾ, ഇവിടങ്ങളിൽ താമസിക്കുന്നവർ ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കാൻ തയ്യാറാകണം. എല്ലാ ജില്ലകളിലും അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങളും താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകളും മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാണ്. സാധാരണ അവലംബിക്കുന്ന മാർഗങ്ങൾക്ക് പുറമെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം മുന്നറിയിപ്പ്, ആ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള സൈറണുകളുണ്ട്. ആ സൈറണുകളിലൂടെയുള്ള സന്ദേശവും സൈറൺ ഹൂട്ടിങ്ങും നൽകുന്നുണ്ട്. ഇത് തുടരുന്നതാണ്. സംസ്ഥാനത്തെ സിവിൽ ഡിഫൻസ്, ആപ്തമിത്ര, സന്നദ്ധസേന തുടങ്ങിയ സന്നദ്ധ പ്രവർത്തകരെ അടിയന്തര സാഹചര്യങ്ങളിൽ വിന്യസിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തിൽ എമർജൻസി റെസ്പോൺസ് ടീമുകളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 9 ടീമുകളെ മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് വിന്യസിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഇടുക്കി, മലപ്പുറം, കാസർഗോഡ്, തൃശ്ശൂർ ജില്ലകളിൽ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ഓരോ ടീമിനെ വീതം വിന്യസിച്ചിട്ടുണ്ട്. ജൂൺ 1-ാം തീയതിയോടെ ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ടീമുകളെ വിന്യസിക്കും. മഴക്കാലം കഴിയുന്നതുവരെ ഇവർ ഈ ജില്ലകളിൽ ഉണ്ടായിരിക്കും.